SLC ഓണം എക്സാമിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്ര സമയം എത്ര മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നതില്ല, ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഏത് രീതിയിൽ റിവൈസ് ചെയ്യുന്നു അത് ബേസ് ആയിട്ട് നിങ്ങളുടെ മാർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ റെഡി ആണെങ്കിൽ ഓണം പരീക്ഷ എന്ന് നമുക്കറിയാം, നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ഓണം എക്സാം മാറ്റും. പക്ഷേ ഇന്ന് ഗവൺമെന്റ് ഓർഡർ വന്ന് ഓണപരീക്ഷ മാറ്റുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഡിസ്കഷനോ കാര്യങ്ങളോ ഇല്ല. ഓണപരീക്ഷ മാറ്റാൻ വേണ്ടി പോകുന്നില്ല. 13-ാം തീയതി SLC വിദ്യാർത്ഥികൾക്ക് ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കാരണം ഇന്ന് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് എത്തിക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. നിങ്ങളുടെ മുന്നിൽ ശനിയും ഞായറും നിങ്ങളുടെ മുന്നിൽ കാത്തിരിക്കുന്നുണ്ട്. ആ 2 ദിവസം നമുക്ക് എങ്ങനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാം? ഈ 2 ദിവസം നിങ്ങളുടെ മുഴുവൻ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കുമോ? അത് എങ്ങനെ സാധിക്കും എന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫോളോ 45-10 റൂൾ, 45-10 റൂൾ. എന്താ സാർ നിഹാൽ സാർ 45-10 റൂൾ? ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോ, സ്റ്റഡി വിത്ത് എ ഫുൾ കോൺസെൻട്രേഷൻ ഓൺ 45 മിനിറ്റ് ആൻഡ് ടേക്ക് എ 10 മിനിറ്റ് ബ്രേക്ക്. നിങ്ങളൊരു 45 മിനിറ്റ് നിങ്ങൾ നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അതായത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് രാവിലെ 10 മണിക്കാണെങ്കിൽ 10:45 വരെ നിങ്ങൾ ഇരുന്ന് പഠിക്കുക. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് പിന്നെന്താ നിങ്ങൾ ബ്രേക്ക് എടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റ് 4-5 സൈക്കിൾ ഡെയിലി. എല്ലാ ദിവസവും ഇതൊരു 4-5 തവണ റിപ്പീറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് സാർ യൂസ്ഫുൾ ആവുക? അത് യൂസ്ഫുൾ ആകാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളൊരു സ്പെഷ്യൽ സാധനം നമ്മുടെ ഈ ചാനൽ, നിങ്ങൾ റേസിന്റെ 10 ക്ലാസ് ഞാനിപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്ന ഈ ചാനലിൽ കയറി നോക്കി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാം 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ഓണം എക്സാമിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ വീഡിയോസ് ആണ്. ഇതാണ് ഞാൻ ഇനി പറഞ്ഞ 45-10 റൂൾ നിങ്ങൾക്ക് ഏറ്റവും കൂടി ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി പോകുന്നത്. കാരണം ഒരു 30 മിനിറ്റ് 45 മിനിറ്റ് നിങ്ങൾ കറക്റ്റ് അവിടെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്റർ അവിടെ കവർ ചെയ്ത് കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എന്ത് എളുപ്പമാണ്. അതായത് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ അങ്ങനെയാണ്. SLC മാത്സ് അരിത്തമെറ്റിക് സീക്വൻസ് 30 മിനിറ്റിൽ പഠിക്കാം. ബയോളജി ചാപ്റ്റർ 1 ജെനറ്റിക് ഓഫ് ലൈഫ് ഫുൾ ചാപ്റ്റർ 1 ഷോട്ട് ഉണ്ട്. SLC കെമിസ്ട്രി പിന്നെ 30 മിനിറ്റിൽ ഓർഗാനിക് കോമ്പൗണ്ട്സേഷൻ ആൻഡ് ഐസോമേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഈ രീതിയിൽ അവസാന നിമിഷ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ്. എന്റെ പൊന്നുമക്കൾ ഇത് ഉപയോഗിക്കുക, യൂസ്ഫുൾ ആക്കുക. ഇനിയുള്ള ആകെ കുറച്ച് സമയമുള്ളൂ. നമുക്ക് ഇല്ലാത്ത കാര്യത്തെ പറ്റി പറയാതെ, അല്ല ഇല്ലാത്ത കാര്യങ്ങൾ വിഷമിച്ചിരിക്കാതെ ഓൾറെഡി നിങ്ങൾക്ക് അവൈലബിൾ ആയ റിസോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക, പഠിക്കുക. നമ്മുടെ ചാനലിൽ കയറുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന മെജോറിറ്റി ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കാര്യം, രണ്ടാമത്തെ കാര്യം, റിവൈസ്, ഡോണ്ട് ലേൺ ന്യൂ ടോപ്പിക്സ്. അവസാന നിമിഷം നിങ്ങൾ എന്ത് ചെയ്യാൻ പോരുത്, ഇനിയും വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുക. ഏറ്റവും മിനിമം നിങ്ങൾ പഠിച്ച കാര്യത്തെ 1, 2, 3 തവണ നിങ്ങൾ റിവൈസ് ചെയ്താൽ മാത്രമേ പരീക്ഷയ്ക്ക് ആ കാര്യം എഴുതാൻ സാധിക്കൂ. ഇതൊരു നഗ്ന സത്യം. ഇത് ഏതൊരാളും ചെയ്യേണ്ട കാര്യം. നമ്മൾ കുറെ വാരി വലിച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. പരീക്ഷയുടെ തലേന്ന് വരെ പുതിയ ടോപ്പിക് പഠിച്ചോണ്ട് നിങ്ങൾക്ക് തലയിൽ കയറാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി പഠിച്ച കാര്യം അവിടെ എന്ത് ചെയ്യും, മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫോക്കസ് ഓൺ ഇമ്പോർട്ടന്റ് ഫോർമുലാസ്. നിങ്ങൾ ടോപ്പിക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. എസ്പെഷ്യൽ മാത്സ് ഫിസിക്സ് ഒക്കെ ഒരുപാട് ഡെഫിനിഷൻസ് പഠിക്കാൻ, ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാൻ പഠിച്ചു വെക്കുക. ഡെഫിനിഷൻസ് പഠിക്കുക, ഡയഗ്രാംസ് പഠിക്കുക. പ്രീവിയസ് മിസ്റ്റേക്സ്, നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ ഒരുപാട് പരീക്ഷ എഴുതി കൂട്ടില്ല. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന ആളാണ്. കഴിഞ്ഞ 9 വർഷമായി നിങ്ങൾ ഒരുപാട് പരീക്ഷകൾ എഴുതിയ ആളുകളാണ്. ആ സമയത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഇഷ്യൂസ്, പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലാക്കിയ പരീക്ഷയുടെ എഴുതുന്ന ദിവസം നിങ്ങൾക്ക് തോന്നിയ നെഗറ്റീവ്സ് ഉണ്ടോ, ഇന്നലെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മിനിയാന്ന് അത് ചെയ്തിരുന്നെങ്കിൽ നന്നായി, ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ റിവിഷൻ ടൈമിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ കാര്യം, ദാറ്റ് ഈസ് സോൾവ് പ്രീവിയസ് ഇയർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്കിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ് PYQs കിട്ടാനുള്ളത്. ആ PYQs കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, താഴെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റി ലോഗിൻ ചെയ്യുക. നാളെ ശനിയാഴ്ച കറക്റ്റ് എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിന്റെ PYQs ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി അവിടെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മുടെ ക്ലാസ് 10 റേസിന്റെ കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യാൻ മാർക്ക് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ചെയ്യുക. ആൻഡ് അതുപോലെ ടീച്ചേഴ്സ് നൽകുന്ന റിവിഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. ഇനി ഏറ്റവും എക്സ്ക്ലൂസീവായി നിങ്ങൾക്ക് ഞങ്ങൾ നൽകാൻ വേണ്ടി പോകുന്ന റേസിന്റെ കംപ്ലീറ്റ് ക്ലാസ്. ഈ ഓണം എക്സാമിന് മഴയും കാര്യങ്ങളായിട്ട് പല കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ക്ലാസ് സ്കൂളിൽ പോകാൻ ഒരു സ്കൂളൊക്കെ ഒരുപാട് മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് റേസിന്റെ ഫൗണ്ടേഷന്റെ ട്യൂഷൻ ക്ലാസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയി തരാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് നമ്മുടെ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ പോവുക. നമ്മളെ റേസിന്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ലോഗിൻ ചെയ്താൽ ക്രിയേറ്റ് അക്കൗണ്ട്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അവിടെ യൂസർ നെയിം നിങ്ങളുടെ മെയിൽ ID കൊടുക്കേണ്ടത്, പാസ്വേഡ് കൊടുക്കുക. ആ യൂസർ നെയിം പാസ്വേഡുമാണ്. പിന്നെ ആപ്പ് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരിക. അത് നോട്ട് ചെയ്ത് വെക്കുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ള് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ രജിസ്റ്റർ ചെയ്താൽ നേരെ ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്യുക, വീണ്ടും ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ലോഗിനിൽ കൊടുക്കുക. ആ ലോഗിനിൽ ഞാൻ നേരത്തെ പറഞ്ഞ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ നമ്മുടെ ആപ്പിലേക്ക് വരും. ആപ്പിൽ അവിടെ ഒന്നും നിങ്ങൾ അവിടെ ഒരു കോഴ്സും കാണില്ല. അപ്പൊ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ട് ബട്ടൺ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലേൺ ഉണ്ടാവും. ലേണിന്റെ താഴെ സ്റ്റോർ ഉണ്ടാവും.
ആ സ്റ്റോർ പോവാ. നിങ്ങളെ ക്ലാസ് 8 9 സോറി നിങ്ങളെ ക്ലാസ് 10ാം ക്ലാസ് ആണ്, സ്റ്റേറ്റ് ക്ലാസ് 10 സ്റ്റേറ്റിന്റെ ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കും. ക്ലിക്ക് ചെയ്യുക, അവിടെ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ടോ, 20,000 രൂപ നമ്മുടെ കോഴ്സിന്റെ വില. ആ പേയ്മെന്റ് ഇടാം. പേയ്മെന്റ് താഴെ എന്ത് കാണാൻ വേണ്ടി സാധിക്കും, ഡു യു ഹാവ് എ കൂപ്പൺ ഉണ്ടോ, ആ കൂപ്പണിൽ നിങ്ങൾ സ്റ്റഡി സേഫ് 100 എന്ന് കൊടുത്താൽ നമ്മുടെ 20,000 രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് എത്ര, വെറും 0, ഒരു പൈസയും വേണ്ട, ഫ്രീ ആയിട്ട് ഈ മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഓണപ്പരീക്ഷ പ്രിപ്പയർ ചെയ്യാൻ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. സോ ഇത്രയും ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനിയും ഓണപ്പരീക്ഷ തോൽക്കും നിങ്ങൾ എന്താണ് ടെൻഷൻ ആവേണ്ട. ഇത് കറക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുക, പഠിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ താഴെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുണ്ട് കൂടെ. ഈ വർഷം ഓണപ്പരീക്ഷ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും നല്ല മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്.